ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 25 വിശേഷങ്ങളായിട്ട് പറയാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും ഇന്ന് സംഭവിക്കുക? ആസ് യൂഷ്വൽ നമ്മുടെ ഈ സീസൺ വളരെയധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള സീസൺ തന്നെയാണല്ലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും ഒട്ടും കുറയല്ല, നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു എപ്പിസോഡ് തന്നെയാണ്. ഇന്നലെ നമ്മുടെ നവീൻ പുറത്തു പോയല്ലോ. നവീൻ എന്ത് സംഭവിച്ചു, എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ സമയം അധികം കളയണ്ട, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നേരെ കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ മോർണിംഗ് സോങ് ആണ് കേട്ടോ. എടി ചെത്തിയ മുല്ലേ അത്തമ്പത്തും നമ്മുടെ രമ്യ നമ്പീശൻ്റെ പുതിയ പാട്ട്. അതാണ് ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ് ആയിട്ട് പാടുന്നത്. പിന്നെ എന്നിട്ട് ഈ മോർണിംഗ് സോങ്ങിൻ്റെ ഇടയ്ക്ക് ജിസയിൽ ഒരു ബാഗുമായിട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ആര്യൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ആര്യൻ്റെ അടുത്ത് എന്തോ പറയണു. ആര്യൻ വേദന അത് ബെഡിൻ്റെ ബാക്കിലേക്ക് വെക്കുന്നു. ഇത്രയും കാണിക്കുന്നുണ്ട് ആ സോങ്ങിൻ്റെ ഇടയ്ക്കട്ടെ, മോർണിംഗ് സോങ്ങിൻ്റെ ഇടയ്ക്കാണ്. പിന്നെ എന്നിട്ട് അനു ഭയങ്കര തപ്പലാണ് അവിടെ. എൻ്റെ സാധനം എവിടെ ഇത് പറന്നു പോയാ, നീ എടുത്തട ആര്യാന്നൊക്കെ ചോദിക്കും. അപ്പം പിന്നെ നിൻ്റെ സാധനം ഞാൻ എടുക്കാൻ എടി ചപ്പാത്തിക്കള്ളി എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ചപ്പാത്തി എടുക്കണം, നീ കണ്ട അപ്പോൾ നിൻ്റെ ബോഡി ലോഷൻ എടുക്കണം, നീ കണ്ട എന്ന് തിരിച്ച് ആരും ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ഷർട്ട് ഡസ്റ്റ്ബിന്നിൽ കളഞ്ഞതാണ് ഇവള്. എന്തുണ്ടെങ്കിലും ഞാനത് ഒരിക്കലും മറക്കില്ല. എൻ്റെ ആരും പറയാം, എന്ത് കഷ്ടമാണ് ദൈവമേ, എൻ്റെ എന്ത് പോയാലും ഞാൻ നിന്നെയും പറയും കേട്ടോ എന്ന് പറയാം. അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ആര്യം അനുമോളെടുത്ത്, അനുമോൾ വാഷ്റൂമിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് കേട്ടോ. ബാക്കിൽ ജിസയിലുണ്ട്. അപ്പോൾ അനുമോളെ നിന്റെ ടൂത്ത് ബ്രഷ് എവിടെയെന്ന് ചോദിക്കുക. അനുമോളൊരു റിയാക്ഷനില്ലാതെ നിൽക്കുക. എൻ്റെ എന്തെങ്കിലും അടിച്ചു മാറ്റിയ നിൻ്റെ ഫുൾ ലൈഫിൽ ഞാൻ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കും എന്ന് പറയട്ടെ. അത് ജിസയിൽ അതൊന്നും കണ്ടിട്ടില്ലാത്തവരായിരിക്കും എന്ന് പറയാം. ടൂത്ത് ബ്രഷേ കണ്ടിട്ടില്ലാത്തവരായിരിക്കും. ആദ്യം സി ഐ ഡി ഒക്കെ കളിച്ചിട്ട് ഇപ്പോൾ കള്ളിയാരാന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അതിന് കള്ളി നീയും ഉള്ളു ഇവിടെ കള്ളി. ലോകത്ത് വേറെ ആർക്കും മനസ്സിലാവും നീ തന്നെയാണ് കള്ളിയെന്ന്. എല്ലാവരും ലോകം മുഴുവൻ പറയും നീ തന്നെയാണ് കള്ളിയെന്ന്. ആരും പറയാം നിൻ്റെ സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന നിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് കാരണമാണ് എന്ന് പറയാം. അപ്പോൾ ജിസയിൽ എനിക്കൊന്നില്ലെങ്കിലും നിൻ്റെ സാധനം കട്ടാവുന്നുണ്ടല്ലോ, അതും മതി. ആരും പിന്നെ ചപ്പാത്തിക്കള്ളി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നീ കണ്ടോ ഞാൻ ചപ്പാത്തി വെക്കണം? അപ്പോൾ ജിസയിൽ ഞങ്ങളെല്ലാവരും കണ്ട്, നീയല്ല കട്ടെടുത്തത് എന്നൊക്കെ ആര്യനടുത്ത് പറയാം. ജിസയിൽ പറയാം ആദ്യ ദിവസം മുതൽ ഈ ആര്യന് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഡേ 1 മുതൽ അവനാണ് ഈ ടാസ്ക് കളിച്ച് ജയിച്ചാണ്. അപ്പോൾ നീയാണ് പെരിങ്കള്ളി എന്നൊക്കെ അനു പറയണ്ട. അപ്പം നീ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാനല്ല പറയണത്, നാട്ടുകാർ പറയും, ലോകം മുഴുവൻ പറയും നീ കള്ളിയാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാ അങ്ങനെ പറയണത് അറിയില്ല, ലോകത്തുള്ള എല്ലാവരും പറയും എന്നൊക്കെയാണ് അനു പറയണത്. എന്നിട്ട് ബിന്നിയാന്ന് തോന്നിട്ടോ പറയുന്നത്, ആരെടുത്ത് താഴെ ഇട്ടു ഞാനെടുത്ത് വെച്ചു എന്നൊക്കെ പറയുന്നത്. ആരും അത് ക്ലിയർ ആവണില്ല ആരും സംസാരിച്ചിരുന്നു. അപ്പോൾ അനു എന്നിട്ട് കിച്ചണിൽ നിൽക്കണ ആരെയും. അപ്പോൾ എൻ്റെ ഡോള് നീ എടുത്തോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ബ്രഷ് നീ എടുത്തില്ലേ, നീ കണ്ടോ ഞാൻ ബ്രഷ് എടുക്കണുണ്ടോ, അപ്പോൾ നീ ഡോൾ എടുക്കണം, നീ കണ്ടോ ഞാൻ നിന്നെ ഡോളിനെ പഞ്ച് ചെയ്തു. അപ്പോൾ നിനക്ക് പ്രാന്താണ്. എന്നിട്ട് ആര്യനത്ത് പറയും നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല പേരായിരിക്കും നിനക്ക് പുറത്തുള്ളത്, പെൺകോന്തൻ, പെണ്ണാളൻ, കോഴി. അപ്പോൾ ആരും പറയും നീ വായി നോക്കി ആണുങ്ങളൊക്കെ വീഴ്ത്താൻ വേണ്ടി നടക്കുകയല്ലേ, അപ്പോൾ പോടാ അവിടെ നിന്ന് വയസ്സിന് മൂത്ത പെണ്ണുങ്ങളെ പ്രേമിക്കാൻ വേണ്ടി നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അനു പറയാം. അതിനിട്ട് പിന്നെ നൂറ എന്ത് പ്രശ്നം എന്ന് ചോദിക്കട്ടെ. അപ്പോൾ അവന് എന്താണെന്നറിയില്ല, ഇവന്മാരെല്ലാവരും എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കുവാണ് എന്നൊക്കെ പറയാം. നൂറ ഇവിടെ ഉള്ളവന്മാർക്കൊക്കെ ഭയങ്കര കടിയാണെന്ന് പറയട്ടെ. അപ്പോൾ അതിന് കടിയൊന്നല്ല, ഇവന്മാർക്ക് തിന്ന ഭക്ഷണം എല്ലിൻ്റെ ഇടയിൽ കുത്തണതിൻ്റെ പ്രശ്നമാണ്. പണിയെടുക്കാൻ പറ്റില്ല, ഒരു എക്സസൈസ് പോലും ചെയ്യില്ല, ദേഹമൊന്നും അനങ്ങാണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അക്ബർ അതിൻ്റെ പുറകിൽ ബാക്ക്ഗ്രൗണ്ട് കടികൾ, പലതരം കടികൾ, പരിപ്പുവട, പഴംപൊരി, പക്കവട, സവാളവട, ഉള്ളിവട, അങ്ങനെയുള്ള പല കടികളാണ് ലഭ്യമായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പറയാണ്. അപ്പം ഞാനും എത്രയോ നല്ല ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ബിഗ് ബോസേ ഇവരെയൊക്കെയാണല്ലോ എടുത്തത്. അപ്പോഴേക്കും റേന വേഗം എന്നിട്ടാണോ ബിഗ് ബോസേ ഈ അനുവിനെ ഇങ്ങോട്ട് എടുത്തത്, നീ ബോഡി അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറയട്ടെ. എന്നിട്ട് അപ്പോഴേക്കും എന്തോ ഒരു ബാഡ് വേർഡ് നമ്മുടെ റേന പറഞ്ഞു. അപ്പോൾ അപ്പന് അങ്ങനെ പറയരുത്. അപ്പോൾ ബിന്നി പറഞ്ഞു അത് യൂസ് ചെയ്യാന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഞാൻ അത് യൂസ് ചെയ്താൽ എന്താ കുഴപ്പം, അതിൻ്റെ മീനിങ് ആർക്കും അറിയില്ല, അതിന് ഭയങ്കര കീറലാണ്. അപ്പം കൊച്ചിട്ട് അയ്യോ രക്ഷയില്ല, അൺസൈക്കബിൾ ആണ്. അപ്പോൾ അങ്ങനെ വിളിക്കരുന്നല്ലേ പറഞ്ഞത്. ഇനി അത് യൂസ് ചെയ്യാൻ പാടില്ല വേർഡ്, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ബിന്നി പറഞ്ഞു. അതുകഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. ഇന്ന് ഒരു അതിഥി നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ വേഗം ആരും നിൽക്കുക, വല്ല പെൺപിള്ളേരാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒരു പാട്ട് വെൽക്കം സോങ് സെറ്റ് ചെയ്യണം, എന്നിട്ട് ആളെ വെൽക്കം ചെയ്യണം എന്നാണ്. എന്നിട്ട് ഡോറിനോടൊപ്പം എല്ലാവരും താരാ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടിയിട്ട് എല്ലാവരും ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്പൈക്കുട്ടൻ വരും, മറ്റേ ഡോഗ് ഉണ്ടല്ലോ, സ്പൈ ഡോഗ്, അത് തന്നെ സ്പൈക്കുട്ടൻ. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പിന്നെ അക്ബർ ഇത് സ്പൈക്കുട്ടനെ ചേർത്തിട്ടൊരു പാട്ടൊക്കെ പാടും കേട്ടോ അവിടെ.
പിന്നെ എന്നിട്ട് ഇവിടുത്തെ എല്ലാത്ത ഫുൾ റൂമിൻ്റെ ശുചിത്വം പരിശോധിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാം. അങ്ങനെ ചെക്ക് ചെയ്ത് ലാസ്റ്റ് പിന്നെ കളിക്കുന്ന കൺഫെഷൻ റൂമിൽ ആരായിരിക്കണേ, നമ്മുടെ നവീൻ ഇരിക്കുന്നത്, തിരിച്ചു വന്നിരിക്കുന്നത്. എന്നിട്ട് നവീൻ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ബിഗ് ബോസേക്ക്? അത് ബിഗ് ബോസെ സാഹചര്യം കൊണ്ട് ചില വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ വീട് വല്ലാതെ മിസ്സായി, ഞാൻ എത്ര വലിയ പ്ലാറ്റ്ഫോമാണ് ഇട്ടിട്ട് പോയെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ മിസ്റ്റേക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇനി പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കളിക്കും, ഞാൻ ബിഗ് ബോസിനോട് സോറി പറയണം, റിയലി സോറി, എന്നെ തിരിച്ചെടുത്തതിന് ഒരുപാട് താങ്ക് യു എന്നൊക്കെ പറയാം. ബിഗ് ബോസ് പറഞ്ഞ് പെട്ടെന്നെടുത്ത് ഒരു എന്താ പറയുക ഒരു തീരുമാനമായതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, ഖേദം പ്രകടിപ്പിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല, ഹൗസിനുള്ളിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് പറയണം. അപ്പോഴേക്ക് ഈ ഡോഗ് നേരെ കൺഫെഷൻ റൂമിലേക്ക് വരുമ്പോഴേക്കും ആൾക്കാർ അതിൻ്റെ പുറകെ ഇങ്ങനെ പോകാണല്ലോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ. അവർ നേരെ നോക്കുമ്പോൾ ദേ കൺഫെഷൻ റൂമിൽ അവരിക്കണം, വേഗം ഓടിച്ചെന്ന് എല്ലാവരും കൂടെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം. അതിലെ നൂറേയും രേണുവും ഒക്കെ സോഫയുടെ ഭാഗത്തിരിക്കാനുണ്ട്. അപ്പോഴേക്കും ഇവരെല്ലാം കൂടെ തിരിച്ച് വരുവാണ്. വന്നു കഴിയുമ്പോൾ എല്ലാവരും ഇവരും അന്തം വിട്ടു, ഇവൻ വരുമെന്ന് തീരെ പ്രതീക്ഷിക്കുന്നില്ല, നവീൻ വരും തീരെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോഴേക്കും ചെന്നിട്ട് ആദിലേനെ ഞാൻ എന്ന് പറഞ്ഞാൽ ആദിലേനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്, നൂറേനെ കെട്ടിപ്പിടിക്കുന്നത്. അതിൻ്റെ അനുമോൾ അവിടെ, എൻ്റെ അനുമോൾ യു ആർ സോ ഗുഡ് അനുമോൾ എന്നൊക്കെ പറഞ്ഞാൽ അനുമോളിനും കെട്ടിപ്പിടിക്കുന്നത്. എല്ലാവരും അന്തം വിട്ടിരിക്കുന്നുണ്ട്, എൻ്റെ പുറകെ ചിരിക്കാൻ ഞാനുണ്ട്, എല്ലാവർക്കും അറിയാൻ ചുമ്മാ പറയണമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോളും നൂറേയും ആദിലേയും കൂടെ അകത്ത് മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് സംസാരിക്കട്ടെ. നമ്മളിവരെല്ലാം കൂടെ കൊല്ലുവടി എന്ന് പറയട്ടെ അനുമോള്. അപ്പം അതിൽ മരിച്ചാൽ ഒരു പ്രാവശ്യം വരെയൊക്കെ മരിക്കുക, അല്ലാണ്ട് ഇവൻ്റെ പോലെ 10-14 പ്രാവശ്യം അങ്ങോട്ട് മരിക്കുകയല്ല, ധൈര്യത്തോടെ ഒരു പ്രാവശ്യം അങ്ങോട്ട് മരിക്കുക. ഇത് ബിഗ് ബോസിൻ്റെ ഗെയിമായിരുന്നു കേട്ടോ. എന്തായാലും വെല്ലുവിളിച്ച് പോയവനെ വീണ്ടും കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. ഇതുപോലെ വേറെ ഇറങ്ങിപ്പോയ ആൾക്കാരൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പം അതിൽ എല്ലാവരും ഇമോഷൻ്റെ പുറത്ത് പറഞ്ഞാണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി, അതിനിപ്പോൾ എന്താ പ്രശ്നം? നമ്മളങ്ങനെ പലതും പറയും, അത് കേട്ടിട്ട് അവൻ പ്രൊവോക്ക് ആവാൻ പാടില്ലായിരുന്നു. അപ്പം അവന് പറയും അവനും കൂടെ വന്നു, ഇനി ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയാവും, ഒരുമിച്ച് ഇന്നായിരിക്കും ഇനി ആക്രമണം, സത്യം മോളെ എന്നൊക്കെ നമ്മൾ നൂറ് പറയട്ടെ. അപ്പം അവനും ഇവൻ്റെ വായിന്ന് തന്നെ ഒരു വാക്കുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതിലൂടെ അപ്പോഴത്തെ പൊട്ടത്തരത്തിന് ഇറങ്ങിപ്പോയതാണ്, പ്രൊവോക്ക് ആവാതെ നോക്കേണ്ടത് അവനായിരുന്നു. അനു ഇനി എന്തൊക്കെ കാണാൻ പോകുന്നതാവോ. അപ്പോൾ ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം അല്ലേ, ഇനി ആരെങ്കിലും ഇത് കേട്ട് വന്നാൽ പിന്നെ അതൊരു ഗെയിമാക്കി എടുത്ത് നിനക്കെതിരെ തിരിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറയട്ടെ. നവീൻ കിച്ചൻ്റെ അടുത്ത് നിന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കിച്ചണിൽ കയറും എന്നൊക്കെ പറയട്ടെ. അപ്പം ആയിക്കോട്ടെ രാജാവേ നമ്മുടെ രേണ പിന്നെ ജിസയിലും നവീനൊക്കെ എന്ത് പറഞ്ഞാലും താങ്ങിക്കൊണ്ട് നടക്കുന്ന ആളാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആര് ചെന്നിട്ട് രഹസ്യമായിട്ട് നവീൻ്റെ ചെവി പറയാം, അനുമോളുടെ കിറ്റില്ലേ കാണാതെ പോയത്, അത് ഞാൻ എടുത്തിട്ട് അപ്പുറത്ത് എറിഞ്ഞിട്ടുണ്ട്, അവൾ അറിഞ്ഞിട്ടില്ല, ഞാൻ എറിഞ്ഞ് അവിടെ മറ്റേ ആ ബോഡി ലോഷൻ അതെല്ലാം കൂടെ എറിഞ്ഞിരിക്കുക. അപ്പം നവീൻ പറയും എനിക്ക് സന്തോഷമായി, നീ എനിക്ക് വേണ്ടി ഇതെങ്കിലും നീ ചെയ്തല്ലോ എന്നൊക്കെ പറയട്ടെ. അതിൻ്റെ നവീൻ ഇവിടെ ബാത്റൂമിൽ പോവാണ്. ബാത്റൂമിൽ പോയിട്ട് അവിടുത്തെ ക്യാമറ നോക്കി സംസാരിക്കുക. താങ്ക് യു ബിഗ് ബോസ്, എന്നെ തിരിച്ച് കയറ്റിയാണ്, ഒരുപാട് താങ്ക് യു. ഞാനാണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെ വരാനൊക്കെ വിചാരിച്ചു, ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരന്മാരൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പം ഞാൻ ഈ കുളത്തിൽ നിന്നാൽ ശരിയാവില്ല, അപ്പം ഞാൻ കുളിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഞാൻ വരാം എന്നൊക്കെ പറയട്ടെ. എന്തായാലും ഇവിടെ തിരിച്ചു വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ തിരിച്ചു വരാൻ പറ്റിയില്ലാണെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കരഞ്ഞ് തീർത്തേനെ. ഇനിയിപ്പോൾ എന്നെ പ്രേക്ഷകർ എവിക്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ, അതല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇവിടുത്തെ ഡയമണ്ട് നെക്ലേസോ അല്ലെങ്കിൽ കപ്പും കൊണ്ട് മാത്രമേ പോവുള്ളൂ. അപ്പോൾ അപ്പുറത്തുനിന്ന് ഈ ബിഗ് ബോസിൻ്റെ ക്രൂസ് ആണോ എന്ന് അറിയില്ല കേട്ടോ, ക്ലാപ്പ് അടിക്കുന്ന സൗണ്ട് കേട്ട് ക്ലാപ്പൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇവിടെ വേറെ ആരും സംസാരിക്കുന്നുണ്ടല്ലോ, അവർ ക്ലാപ്പ് അപ്പുറത്തുനിന്ന് ഒരു ക്ലാപ്പ് പോലെയാണ് കേട്ടത് കേട്ടോ. എന്നിട്ട് പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അക്ബറും അപ്പാനും കൂടി ഇരിക്കുകയാണേ. എന്നിട്ട് പറയാം ഈ ഷാനവാസിൻ്റെ മുഖത്ത് അത്ര വെട്ടം വന്നിട്ടില്ലല്ലേ എന്ന് അപ്പാനും പറയണേ. പിന്നെ ഈ ശൈത്യ കുറച്ചൊക്കെ ജെന്യൂനാന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അക്ബർ പറയും എനിക്കൊന്നും അറിഞ്ഞോ, ഒന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, എപ്പോഴാണ് ആരാ തിരിഞ്ഞു കുത്താൻ പോണെന്ന് പറയാൻ പറ്റില്ല. പപ്പാര് എടാ തിരിച്ചങ്ങനെ കുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് കുത്തണേ, ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടിരിക്കാം. ശരി എന്ന് പറയട്ടെ. നവീനപ്പോൾ ആ വഴിക്ക് പാസ് ചെയ്യാം. അപ്പോൾ നവീൻ ഒന്നിരിക്കടാ, ഇത്തിരി നേരം ഞങ്ങളിത് സംസാരിക്കടാ എന്നൊക്കെ പറയാം. അപ്പോൾ നവീൻ ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ, എന്നാലും ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് പോടാന്നൊക്കെ പറയാം. പതുക്കെ എന്താ സംഭവിച്ചത്, പുറത്തുള്ള കാര്യങ്ങൾ പുറത്ത് ചെന്നപ്പോൾ എന്തൊക്കെയാണ് അറിഞ്ഞതെന്നുള്ളത്
പതുക്കെ പതുക്കെ നവീൻ്റെ അടുത്തും തോണ്ടിയെടുക്കാനുള്ളൊരു സൈക്കോളജിക്കൽ മൂവാണിത് അക്ബറിൻ്റെ കേട്ടോ. അക്ബറിൻ്റെ അപ്പാനിയുടെ എന്ന് പറയുന്നില്ല, അക്ബറിൻ്റെ. അത് കഴിഞ്ഞിട്ട് നവീൻ ഈ ബിന്നിയും അക്ബറും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുക. നവീൻ പറയാം, ഈ ആദില നൂറയുടെ കാര്യമൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ വിട്ടു എന്ന് പറയട്ടെ. അപ്പം അപ്പാനെയൊക്കെ ചോദിക്കുക, അവർക്ക് എന്താ ഇപ്പം ഇത്ര ദേഷ്യം? എനിക്കറിയില്ല. ബിന്നി പറഞ്ഞു, നീ അവരെ തമ്മിൽ പിരിക്കും, പിന്നെ ഏതോ ഫ്രണ്ടിനെ നീ പിരിച്ചു, അവർ ഡൈവേഴ്സ് ആക്കിയെന്നൊക്കെയാണല്ലോ പറയണത്. നവീൻ, ഞാൻ പറഞ്ഞു, പക്ഷേ അത് തമാശ പറഞ്ഞത് അവർ സീരിയസ് ആയിട്ട് എടുത്തത് ഞാനെന്ത് ചെയ്യാൻ? അത് എൻ്റെ ഭാഗത്തല്ലോ തെറ്റ്. വേണമെങ്കിൽ ആ റെക്കോർഡ് എടുത്ത് കേട്ട് നോക്ക്, ഞാനെന്താ പറഞ്ഞത് അപ്പം മനസ്സിലാവും. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ആരും ഞാൻ ഒരുമിച്ചിരിക്കാൻ സമ്മതിക്കില്ല, അങ്ങനത്തെ ഒരു ടോണിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് വേറെ രീതിയിലെടുത്തത് അവരുടെ മിസ്റ്റേക്ക് അല്ലേ, അതിനിപ്പം ഞാനെന്ത് പറയാനാ എന്ന് പറയട്ടെ. പിന്നെ എൻ്റെ അക്ബർ ഭയങ്കര പാട്ടാണ്. സന്തോഷം പോയല്ലോ അനുമോക്ക്, പ്ലിങ്കായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പാട്ടൊക്കെ പാടാണ് അവിടെ നിന്ന്. ഇപ്പോൾ ഒന്നും നേരിട്ട് സംസാരിക്കണില്ല, അനുമോളുടെ അടുത്തൊക്കെ പാട്ട് ഫുൾ ടൈം പാട്ടാണ്. നമ്മുടെ ശാരിക എടുത്ത് പാട്ട് പാടി ഓടിച്ച പോലെ. എന്നിട്ട് നൂറ അപ്പം തിരിച്ച് ഇതിന് ആൻസർ പറയട്ടെ, പോയ ആളല്ലേ നാണം കെട്ടത്, അയാൾ തിരിച്ചു വന്നു, അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് പറയട്ടെ. ആദിലനൂടെ അല്ല തണ്ട് കാണിച്ചിട്ട് പോവാതിരുന്നത് എന്നൊക്കെ പറയാം. എന്നിട്ട് പിന്നെ ആദിലെടുത്ത് എന്നിട്ട് നൂറ ഈ കാര്യം പറയാം. അപ്പോൾ ആദില പറയാം, നമ്മൾ എന്താ തുണിയില്ലാണ്ട് വല്ലാണ് ഇരിക്കണത് ഇങ്ങനെ നാണം കെടാനായിട്ട്. നൂറ പറയാം, ആരാ ഇറങ്ങിപ്പോയത്, നമ്മളാണോ? അപ്പോൾ നാണം കെട്ട് ഇറങ്ങിപ്പോയത് അവനല്ലേ എന്നൊക്കെ പറയട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീനിൽ അനീഷ്, ഞാൻ എൻ്റെ ഡ്യൂട്ടി വളരെ കൃത്യമായി ചെയ്തിരിക്കും, ഞാൻ എൻ്റെ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായി ചെയ്തിരിക്കും. അപ്പോൾ അപ്പോൾ ഷാനവാസാണെന്ന് കഴുകണതോ എന്ന് ചോദിക്കുക. ഷാനവാസിൻ്റെ പാത്രമാണ് കഴുകുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ ബാക്കിയുള്ള പാത്രം ചേട്ടൻ പോയി കഴുകുക എന്ന് പറയും. അപ്പോഴേക്ക് ഈ നടപ്പ് തന്നെ കേട്ടാ, എന്താ ചേട്ടൻ ഞാൻ പറഞ്ഞ് കേൾക്കണില്ലേ, ചേട്ടന് ചെവി കേട്ടൂടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേട്ടാ, ചേട്ടന് കേൾക്കണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതിലെ പുറകെ ചൊറിഞ്ഞുകൊണ്ട് നടക്കണ്ടേ. പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ നടക്കുകയാണ്. അപ്പം അനീഷ് പറയുന്ന ബിന്നി നല്ലോണം ടാസ്ക് കളിച്ചു, മറ്റേ ആ രാത്രി ഫുള്ള് ഇരുന്നിട്ടുള്ള ടാസ്കിൽ നന്നായിട്ട് കളിച്ചു. പിന്നെ നവീൻ സ്വേച്ഛാധിപതി എന്നുള്ള ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് ബിന്നിനെയും നവീനെയാണ്. ഒനിയിൽ ബിന്നിനെ നവീനെ രണ്ട് സെയിം റീസൺ തന്നെ. പിന്നെ അഭിലാഷ് നവീൻ അനീഷ്. നവീനാണെങ്കിൽ ഈ ആ സ്വേച്ഛാധിപതി എന്നുള്ള ടാസ്ക് നന്നായിട്ട് ചെയ്തു. അനീഷാണെങ്കിൽ അനീഷും രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ ടാസ്ക് നന്നായിട്ട് ചെയ്തു. അനീഷ് മന്ത്രിയായിട്ടായിരുന്നല്ലോ, അപ്പോൾ രണ്ടുപേരും ആ ടാസ്ക് നന്നായിട്ട് ചെയ്തു. പിന്നെ ഷാനവാസ് നവീൻ റെന ആണെങ്കിൽ മറ്റേ രാത്രിയുള്ള ടാസ്ക് അത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി നിന്നു. പിന്നെ നവീൻ ആ ടാസ്ക് സ്വേച്ഛാധിപതി എന്നുള്ള ടാസ്ക് നന്നായി ചെയ്തു. ശൈത്യ നവീൻ അഭിലാഷ്. നവീനായിട്ട് ആ ടാസ്ക് നന്നായിട്ട് ചെയ്തു. അഭിലാഷ് സ്വേച്ഛാധിപതി ടാസ്കിലേക്ക് ചൂസ് ചെയ്ത ആ ഗെയിമിനെ ചൂസ് ചെയ്ത ഒരാളായിരുന്നു എന്ന് റീസൺ പറഞ്ഞത്. അനു പറഞ്ഞത് ഒനിയിൽ. ഒരു പ്രാവശ്യമെങ്കിലും രേണുവിന് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും സംസാരിക്കാനുള്ള ചാൻസ് കിട്ടണം. അപ്പം ആ ചാൻസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രേണുവിനെ പറയണതെന്ന് പറഞ്ഞു. പിന്നെ ഒനിയിലിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത്. പിന്നെ ആദില റെന ഒനീലിൻ്റെ ക്യാപ്റ്റൻസി കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ റെന ഭയങ്കര എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാം ചോദിച്ച് നേടിയെടുക്കുന്ന ടൈപ്പായിട്ട് കാണുന്നു. പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് ചാടി ഒന്ന് കാണട്ടെ എന്ന് റീസൺ പറഞ്ഞു. നൂറ അക്ബർ എങ്ങനെയാണ് ഒനീലിൻ്റെ ക്യാപ്റ്റൻസി ഇത് കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ അക്ബർ ആ ഗ്രൂപ്പിൽ നിന്ന് അക്ബർ പുറത്ത് ചാട്ടെ. രണ്ടുപേരും ഒരേ റീസൺ തന്നെ കേട്ടോ പറഞ്ഞത്, റെനയുടെ കാര്യത്തിലും അക്ബറിൻ്റെ കാര്യത്തിലും. പിന്നെ രേണു അഭിലാഷ് ഒനീലിൻ്റെ ക്യാപ്റ്റൻസി കാണാൻ ആഗ്രഹമുണ്ട്. അഭിലാഷിന് ചില ആൾക്കാരുണ്ട് നമ്മുടെ മുഖം നോക്കി തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ വേഗം കണ്ടുപിടിക്കുക, ആ ടൈപ്പാണ് അഭിലാഷ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ നമ്മളുടെ പ്രോബ്ലമൊക്കെ വേഗം മനസ്സിലാക്കി അത് സൊല്യൂഷൻ കാണും. അപ്പോൾ അതൊന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ റെന ബിന്നി നവീൻ രണ്ടുപേരും നന്നായി ടാസ്ക് കളിച്ചു. പിന്നെ അക്ബർ ബിന്നി ആണെങ്കിൽ നന്നായി ടാസ്ക് കളിച്ചു, റെനയാണെങ്കിൽ നല്ലോണം ടാസ്ക് കളിച്ചു. ഇനി സ്ത്രീ ഭരണം ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത്. പിന്നെ ബിന്നി നവീൻ നവീന് ടാസ്ക് സ്വേച്ഛാധിപതി ടാസ്ക് നന്നായി കളിച്ചു. റെന മറ്റേ രാത്രിയുള്ള ആ ടാസ്ക് നന്നായി കളിച്ചു. ആര്യൻ ബിന്നി. പിന്നെ ജിസയിൽ നവീൻ റെന ഏജിൽ കുറവാണെന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ആ ഏജിൽ നിന്നിട്ടും അവൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. പിന്നെ നവീൻ ബിന്നി പിന്നെ അപ്പാനി ബിന്നി. അങ്ങനെ അവസാനം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്ത് ബിന്നി നവീനാണ് കേട്ടോ. പിന്നെ അതിട്ട് ആദിലെ
രേണുവിൻ്റെ അടുത്ത് വയ്ക്കുക, ചേച്ചിക്ക് ക്യാപ്റ്റൻ ആവാൻ താല്പര്യം ഉണ്ടായിരുന്നു നിൽക്കും. എന്നെ ഒന്നും ആരും ആക്കത്തില്ലെന്നേ. അല്ല, ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പിന്നെ ആവുന്നതിന് സന്തോഷമൊക്കെ തന്നെ ഉള്ളൂ, പക്ഷെ ആരും ആക്കത്തില്ലടി എന്ന് പറയാട്ടെ. പിന്നെ അനുവും ശൈത്യം കൂടെ സംസാരിക്കാം. നമ്മളിപ്പോൾ സ്വയമായിട്ട് ക്യാപ്റ്റനാണെന്ന് വിചാരിച്ച് നിൽക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു രക്ഷയില്ല. ഇവരൊന്നും നമ്മളെ ക്യാപ്റ്റൻസി ഇതിലേക്കൊന്നും പറയില്ല, അവരൊക്കെ ഗ്രൂപ്പായിട്ടല്ലേ, അപ്പം നമ്മളൊന്നും ആരും പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറയട്ടെ. എന്നിട്ട് ആര്യനും അക്ബറും അപ്പാനിയും കൂടെ സംസാരിക്കുകയാണ്. ഈ ഷാനവാസിക്ക നവീനും വോട്ട് ചെയ്തത്, നവീനും പിന്നെ ആർക്കാണ്, ബിന്നിക്കും. അപ്പോൾ ആര്യം ഭയങ്കര ആര്യന് പിന്നെ കളിയാക്കൽ, എല്ലാ ദിവസവും കളിയാക്കലാണോ. എന്നിട്ട് പറയാം, അയ്യോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഒനിയിലപ്പോൾ ഓർത്ത് ഒനിയിലാകെ തപ്പലായിപ്പോയി. എന്തിപ്പോൾ ഇവിടെ പറ്റിയത്? സ്വന്തം ആൾക്കാർ തന്നെ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, പിന്നെ ഇതെങ്ങനെ ശരിയാവും? ക്യാപ്റ്റൻ ആവാൻ എന്താണ് അതിലേക്ക് പേര് വരികയും ചെയ്തു, എന്നാൽ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി. ഒന്ന് ആലോചിച്ച് നോക്കിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ശരിയാണ്. അപ്പോൾ അപ്പാനെ പറയാം, എനിക്ക് തോന്നുന്നത് നവീനായിരിക്കും ക്യാപ്റ്റൻ ആവാൻ പോണത്. അപ്പോൾ അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ റെന വേണമെങ്കിലും ക്യാപ്റ്റൻ ആവാം. അപ്പോൾ അക്ബർ പറയാം, ബിന്നിന് ഈ പ്രാവശ്യം കൂടെ ബിന്നി 3 പ്രാവശ്യം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്തു, ഈ പ്രാവശ്യം കൂടെ ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ ഇനി ഞാൻ ബിന്നിക്ക് വേണ്ടി വോട്ട് ചെയ്യുമൊന്നുമില്ല എന്നൊക്കെ പറയട്ടെ. പിന്നെ ആയിട്ട് ജയിൽ നോമിനേഷൻ വന്നു, അതെനിക്ക് തോന്നുന്നു BB+ലായിരിക്കും കാണിക്കുന്നത്. റിസൾട്ട് മാത്രമേ പറഞ്ഞത്. 10 വോട്ടുമായിട്ട് അനീഷും 11 വോട്ടുമായിട്ട് അനുവുമാണ് ജയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സെലക്ട് ആയിരിക്കണേന്ന് പറഞ്ഞു. ആരും പറയും, ഈ ശൈത്യയുടെ കാര്യം ഒന്നും മനസ്സിലാവണില്ല, എല്ലാം ഒരേപോലെ തന്നെ, അവൾ ഫ്രസ്ട്രേറ്റഡ് ആണോ ഹാപ്പി ആണോ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അനുവും ശൈത്യം കൊണ്ട് സംസാരിക്കുക, ശൈത്യം കൊണ്ട് ആ സോഫയുടെ ഭാഗത്ത് ഇരിക്കുക, ഇവർ അവിടെ അകത്ത് സംസാരിക്കണം കേൾക്കുന്നുണ്ട്. അപ്പം അനു പറയും, എന്തിനാ നീ കേൾക്കണത്, വെറുതെ അവർ തമാശ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, നീ അത് കേൾക്കാതെ നിൽക്കണ്ടെന്ന് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് ജിസയിലും നവീനും കൂടെ സംസാരിക്കാനേ. ജിസയിൽ എന്നിട്ട് നവീൻ ചോദിച്ചു, രാത്രി ഇന്നലെ ഞാൻ എന്തിനാണ് നിന്നെ വഴക്ക് പറഞ്ഞത്? അപ്പം നവീൻ പറഞ്ഞു, അത് ബാക്കി വന്ന ആ ഭക്ഷണം അത് അകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അവരും കൂടെ വരട്ടെ എന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വഴക്ക് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ അക്ബർ, നീ എന്താ അവിടെ പറയാതിരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ജിസയിൽ പറയാം, എന്നിട്ട് അവർ ചാവുമെന്ന് ഞാൻ പറഞ്ഞോ? അപ്പം ചാവുന്ന അത് അനുവല്ലേ പറഞ്ഞത്, ഡയബറ്റിക്സ് വന്ന് ചത്തുപോകും, അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കണമെന്ന് അവളല്ലേ പറഞ്ഞത്. അത് അവൾ തന്നെയാണ് പറഞ്ഞതെന്ന് പറയും. എന്താണെന്നറിയില്ല, നോമിനേഷൻ ജയിൽ നോമിനേഷൻ്റെ ഇടയ്ക്ക് വന്ന എന്തോ ടോക്കാണ്, അത് BB+ൽ വരുമായിരിക്കും, നമുക്ക് കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അനു പറയാം, ജിസയിൽ എന്ത് തെറ്റിയതായാലും ആരും കുറ്റം പറയില്ല, പ്രത്യേകിച്ച് ഈ ആണുങ്ങൾ ഒന്നും പറയത്തില്ല എന്ന് പറയട്ടെ. എന്നിട്ട് ആദില നൂറ, ഞാനിവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അനു ഇങ്ങനെ മൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട്, മൈക്ക് വെച്ചിട്ട് സംസാരിക്കും, ഇടയ്ക്ക് എന്നാലും നീക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ നിൽക്കുന്ന ആർക്കും ഇഷ്ടമല്ല, അതിലെ നൂറേയും ശൈത്യക്ക് മാത്രം ഇഷ്ടപ്പെട്ടു, വേറെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറയാം. അപ്പോഴേക്കും അവിടെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ്, അനു മൈക്ക് ശരിയായ രീതിയിൽ ധരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ നിൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ മര്യാദക്ക് മൈക്ക് വെച്ചിട്ട് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ ചൂടാവണം കേട്ടോ. അതിനിട്ട് ബിന്നി ഇവരൊക്കെ ഇരിക്കുമ്പോൾ പറയാം, അതായത് നമ്മുടെ ആര്യൻ, അപ്പാനി, അങ്ങനെ കുറച്ച് പേര്, നവീനൊക്കെ ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്തല്ല ഞങ്ങൾ വന്നതെന്ന് അവർ പറയുന്നത്. അവർ പറഞ്ഞത് ഞങ്ങളായിട്ട് തന്നെ കളിക്കാൻ വേണ്ടി വന്നതാണ്, അത് കണ്ട് ആരെങ്കിലും ഇൻഫ്ലുവൻസ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ്. അപ്പോൾ അപ്പാനി, ആ പിള്ളേരുണ്ടല്ലോ, ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കണ പോലെ അവർക്ക് ഞാൻ ചോറ് വാരി കൊടുത്തതായിരുന്നു. ഏത് പിള്ളേർ? അതിലെ നൂറേം എന്ന് പറയാം. എന്നിട്ട് എന്നെ ഇതുവരെ അവർ ചേട്ടാന്ന് മാത്രം വിളിച്ചിട്ടുള്ളൂ. അതിന് നവീൻ്റെ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ട് ഞാൻ അവർക്ക് സംസാരിക്കാൻ വേണ്ടി ചെന്നു. ആ മരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഒരു ഗെയിമല്ലേ, നീ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നൂറ വേഗം ശരത്തെ ഇവൻ അയാളെന്നൊക്കെ പറഞ്ഞ് ഒരു നിമിഷം കൊണ്ട് ആകെ മാറി. അച്ഛൻ, അമ്മ, ചേട്ടൻ എന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറ്റി. അത്രേ ഉള്ളൂ, ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പാനി എന്തോ കുടുംബത്തിലേക്കൊക്കെ പോയി തോന്നുന്നു, ഗെയിമാന്നുള്ള കാര്യമൊക്കെ ആൾ മറന്നു എന്നാണ് തോന്നുന്നത് സംസാരം കേട്ടിട്ട്. പിന്നെ അക്ബർ ചെന്നിട്ട് ശൈത്യ എടുത്ത്, അക്ബറും അപ്പാനെയും അപ്പുറം നിൽക്കുന്നുണ്ട്. ശൈത്യം എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ എൻ്റെ ശൈത്യ എടുത്തിരിക്കുക, നീ ട്രൗസർ വള്ളി അല്ലേടാ എന്ന് ചോദിക്കണ്ട അക്ബർ. അപ്പോൾ അപ്പാര്, അതെയോ ശൈത്യ, ട്രൗസർ വള്ളിയാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അക്ബർ, ഞാനെന്തായാലും ആ വള്ളിയിൽ പെട്ടിട്ടുണ്ടോ ആവോ. അപ്പോൾ ശൈത്യ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയാം.
അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ പുള്ളിക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനെ കത്തി പറയാം ആ ട്രൗസർ വള്ളി, പക്ഷെ അത് പറഞ്ഞാൽ ഞാനല്ല എന്ന് പറയാം. അക്ബർ എന്നാൽ ആ ഗ്രൂപ്പിൽ ഞാനുണ്ടോ, എനിക്ക് അതറിഞ്ഞാൽ മതി. അപ്പോൾ നൂറ് പറഞ്ഞു അല്ല അത് ശൈത്യം പറഞ്ഞ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നൂറ കള്ളം പറഞ്ഞതായിരിക്കും അല്ലേ പറയാം. അപ്പാന് ദേഷ്യം വരുമ്പോൾ നല്ല ഭംഗിയാലേ ശൈത്യനെ കാണാൻ. അപ്പോഴേക്കും അക്ബർ ദേഷ്യം വന്നില്ലെങ്കിലും നല്ല ഭംഗിയായ ശൈത്യനെ കാണാം. അപ്പം ബിന്നി നന്നായി പതഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ അങ്ങനെ ശൈത്യനെ കളിയാക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനുവും അതിലെ ഇങ്ങോട്ട് ഇങ്ങനെ സോഫയിലിരുന്ന് വർത്തമാനം പഠിക്കുക. ആ സമയം ഇപ്പം കിടുക്കാച്ച ഡയലോഗ് കേട്ടോ, സൂപ്പറാണ്. നമ്മുടെ അപ്പാനി വന്നിട്ട് ചായ കുടിച്ച് കഴിഞ്ഞോ എന്നൊക്കെ അതിലെടുത്ത് വെച്ചു. എന്നിട്ട് കപ്പ വാങ്ങിച്ചു. എന്നിട്ട് വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. ഒരു പരിപ്പുവടയും ഒരു ജിലേബിയും എന്ന് പറയാം. അയ്യോ അതിവിടെ ഇല്ല എന്ന് പറയാം. അപ്പം അതിൽ പറയാം പിന്നെ വേറെ എന്താ ഉള്ളത്, കുറച്ച് ഗ്രൂപ്പിസം അക്ബറിൻ്റെ കടയിൽ നിന്ന് കിട്ടുമോ എന്ന് ചോദിക്കട്ടെ. എന്നിട്ട് ട്രൗസർ വള്ളികളുണ്ടാ, റെന ട്രൗസർ വള്ളി പൊരിച്ചത് കിട്ടുമോ എന്ന് ചോദിക്കുക. എന്നിട്ട് പറയാം ഓയിൽ കുറച്ച് മതിയിട്ടാ, അക്ബറിനോട് പറഞ്ഞേക്ക്, പാചകക്കാരനോടെ ദേഹരണക്കാരനോട് അല്ലെങ്കിൽ ദഹിക്കൂല എന്ന് പറഞ്ഞു. പനി ഓക്കെ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് പോവേ. നല്ല കോമഡി. ആ ഡയലോഗ് ഒരേപോലെ ഇങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നിട്ട് അഭിലാഷും ഷാനവാസും ഒന്നിലും കൂടെ ഭയങ്കര പ്ലാനിങ് നടക്കുന്നുണ്ട് അവിടെ. അടുത്ത ആഴ്ച നൂറ, ആദില, അനുമോള്, രേണു ഇവരെല്ലാവരും കൂടെ നമ്മുടെ അക്ബർ ഗ്രൂപ്പിനെ എന്തായാലും നോമിനേറ്റ് ചെയ്യും. അവരെല്ലാവരും പെണ്ണുങ്ങളെല്ലാം കൂടെ ഒരു സെറ്റാണ്. മറ്റേ അക്ബർ ഇവർ ഗ്രൂപ്പല്ല, ഗ്രൂപ്പിസം പൊളിക്കാനാന്ന് പറഞ്ഞിട്ട് ഇവർ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ചർച്ച ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മളെന്ത് ചെയ്യും, അപ്പോൾ ഇവർ വോട്ട് ചെയ്യും. അപ്പോൾ ഷാനവാസ് പറയും നമ്മൾ വെറുതെ ഇരുന്ന് കളി കണ്ടാൽ മതി, നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോൾ ഒനിയിൽ നമ്മൾ നേരിട്ട് ചൊറിയാൻ വേണ്ടി നിൽക്കണ്ട, ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരൊന്ന് കുത്തും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ വെറുതെ ഇവിടെ ഇരിക്കുക. എന്നിട്ട് പതുക്കെ ഈ ഗേൾസ് ഗ്രൂപ്പ്, പെൺപിള്ളേരുടെ ഗ്രൂപ്പിന് അവരെയും കൂടെ നമ്മളോട് ചേർക്കുക. അപ്പോൾ ആകെ എത്ര 8 പേരായി നമ്മുടെ ഭാഗത്ത് ഗ്രൂപ്പ്. നമ്മുടെ ഗ്രൂപ്പ് അപ്പോൾ 8ആയി, വലുതാവും നമ്മുടെ ഗ്രൂപ്പ്. മറ്റേ ആൾക്കാർ ഒരു ബാക്കിയുള്ള 8 പേരല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കിടുക്കാച്ച് പ്ലാനിങ് ഒക്കെയാണ് അവിടെ നടക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അക്ബർ ഇവിടെ സോഫയിൽ നിന്നിട്ട് നൂറ എടുത്ത് പറയാം, ഇന്നലെ മുറിച്ച കേക്കിൻ്റെ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ നൂറ സംസാരിച്ച സന്തോഷത്തിൽ നമുക്ക് കേക്ക് മുറിക്കായിരുന്നു. അപ്പം നൂറ നമുക്ക് വേണമെങ്കിൽ ബിഗ് ബോസിനോട് പറയാം, ഞാൻ വിചാരിച്ച് സംസാരിക്കാൻ കഴിവില്ലാത്ത കൊച്ചായിരിക്കും എന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറയാം അക്ബർ. എന്നാലും ഇത്രയും ദിവസം ആദില നിന്നെ അടക്കി ഭരിച്ചതെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പം നൂറ അതിലെ ആരെങ്കിലുമൊക്കെ അടക്കി ഭരിച്ചോട്ടെ എന്ന് പറയട്ടെ. അപ്പം അക്ബർ എന്നാലും നീ എന്ത് സ്മാർട്ടായിട്ടാണ് സംസാരിക്കണേ, സ്മാർട്ട് കുട്ടി, ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ നൂറ ഞാൻ ധ്യാനത്തിലായിരുന്നു. അക്ബർ മാഷല്ലാ, അതെ ഞാൻ പ്രാർത്ഥിച്ചതാണ് കേട്ടോ, അല്ലാണ്ട് നിൻ്റെ കൂട്ടുകാരുടെ പോലെ പ്രാഗിയതല്ല. അപ്പോൾ നൂറ് എൻ്റെ കൂട്ടുകാർ എന്നെ പ്രാഗണമൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീനിൽ ബിഗ് ബോസ് ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് കിട്ടിയില്ലേ? കിട്ടി. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. നമുക്കൊരു ചായ സൽക്കാരം ആയാലോ? എല്ലാവരും ചായ സൽക്കാരോ? നോക്കുമ്പോഴെന്താ ഇവരുടെ പ്ലേ ഏരിയ ഗ്രൗണ്ടില്ലേ ആ ഭാഗത്ത് ഒരു ചേട്ടൻ നിന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പഴംപൊരി എന്തൊക്കെയോ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നു, ചായക്കുള്ള കടികളൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്നു. ചായയുമുണ്ട്, കടികളോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഓടിപ്പോയി എന്നിട്ട് പതുക്കെ ആക്രാന്തം കാണിക്കില്ലേ, ഭക്ഷണം കാണാത്ത ആൾക്കാരെ പോലെ കാണിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഫുൾ ആൾക്കാർ ഭയങ്കര സന്തോഷമായിട്ട് ചായ കുടിച്ച് കടിയൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അടുത്തത് സ്പോൺസർ ടാസ്ക്കാണ്. ഉജാല യങ് ആൻഡ് ഫ്രഷിൻ്റെ പൂക്കള മത്സരം, നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ വെച്ച് അങ്ങനെ മത്സരം. പിന്നെ അതിന് ശേഷം ഈ അനുവിനെ ജയിലിലേക്ക് വിടണം കേട്ടോ. എല്ലാവരും കൂടെ ആനയിച്ച് ഒക്കെ ജയിലിൽ കൊണ്ട് വിടുക. പിന്നെ അക്ബറാണെങ്കിൽ പുറത്ത് നിന്നിട്ട് ഭയങ്കര പാരഡിയൊക്കെ പാടി അവർ ഗ്രൂപ്പായിട്ട് അക്ബറും അപ്പാനിയും റെനയൊക്കെ കൂടെ പാരഡിയൊക്കെ പാടി ഭയങ്കര എന്താ പറയുക ചുറ്റും തിരുവാതിര പോലെയൊക്കെ കളിച്ചിട്ട് ഭയങ്കര ഡാൻസൊക്കെയാണ്. അപ്പം അനീഷ് പറഞ്ഞു പെർഫോമൻസ് നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അനുവിനെ നോക്കി പറയാട്ടെ. എന്നിട്ട് ജയിൽ ടാസ്ക് വന്നു. ജയിൽ അക്ഷരങ്ങൾ എന്നാണ് ജയിൽ ടാസ്കിൻ്റെ പേര്. അതിനകത്ത് കുറേ സ്റ്റിക്കി നോട്ട്സ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ലേലി അല്ലു തുറന്നു വിടൂ പ്ലീസ് എന്ന് എഴുതണം എന്ന്. അങ്ങനെ അത്രയും സ്റ്റിക്കി നോട്ട്സിൽ ഫുൾ, അതായത് ഒരെണ്ണം എഴുതി ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം മാത്രം അടുത്ത് എഴുതുക. അങ്ങനെ അത് ഫുൾ ചെയ്ത് തീർക്കണം. നല്ല ജയിൽ ടാസ്ക് പൊതുവെ ഇത്തിരി ഇതാണ്, എന്നാലും ഇത് ഇച്ചിരി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിലും ബെറ്ററാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആ സമയത്തിന് സെക്കൻഡ് സൂചി അടിക്കണ പോലെ ഇവർ അടിച്ചുകൊണ്ടിരിക്കണമെന്ന് ഒരു നിമിഷം പോലും ഉറങ്ങാൻ പറ്റില്ല. അത് ഭയങ്കര കഠിനമായിരുന്നു. അതിനേക്കാളും അത് ഇതൊരു 5 മിനിറ്റ് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും.
എൻ്റെ ഷാനവാസ് ഇവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് എന്താടാ നീ എഴുതണ പുറകിൽ നിന്ന് വായിക്കട്ടെ, അനീഷിൻ്റെ പുറകിൽ. ഞാനിനി തെറി വിളിക്കില്ല, ആരുടെയും മനസ്സ് വിഷമിപ്പിക്കില്ല, ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഇനി മുതൽ ഞാൻ നടത്തുന്നത്. ഇതൊക്കെയാണെന്ന് എഴുതണേ എന്നൊക്കെ ചോദിക്കുക. പോടാ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അനീഷ് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ എന്നൊക്കെ പറയാം. അപ്പോൾ അനു പറയാം ഇന്ന് നീ നാളെ ഞാൻ എന്നല്ലേ എന്ന് പറയാം. അപ്പോൾ ഷാനവാസ് പറയാം അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തനിയെ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയാം. അതിന് കുറച്ച് നേരം കഴിയുമ്പം അനു ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ അനീഷ് എന്താ പ്രശ്നം, ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്താണ് പ്രശ്നം, എന്തിനിങ്ങനെ അനാവശ്യമായിട്ട് കരയണേ എന്നൊക്കെ പറയാം. പിന്നെ കുറേ നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും അനു ഇരുന്ന് ഇങ്ങനെ കൊട്ടുന്നുണ്ട്, വാഷ്റൂമിൽ പോകണം, എനിക്ക് വാഷ്റൂമിൽ പോകണം. എവിടെ മറ്റേ ക്യാപ്റ്റനാണ് തുറന്നു കൊടുക്കേണ്ടത്. അപ്പോൾ അപ്പാനിയകത്ത് എവിടെയോ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇങ്ങനെ ജയിലിലുള്ളവർക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ അനീഷ് ചെന്ന് അനുവിനെ തുറന്നിടും. അനു ബാത്റൂമിലെല്ലാം പോയി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അനീഷിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് പോകാൻ വേണ്ടി പോയി കഴിയുമ്പോൾ അനു ജയിലിനകത്തിരിക്കുക കേട്ടോ. അപ്പം അനുവിൻ്റെ ഒരു പാവ അതെപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ. ആ പാവ അത് ഇങ്ങനെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അനു അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പാനി വേഗം ജയിലുണ്ട്. അപ്പാനിക്ക് അങ്ങനെ പ്രാന്ത് പിടിച്ചിട്ട് ഇതൊക്കെ കാണുമ്പോൾ പാനി വെക്കുക. പാവ എടുത്ത് പുറത്തേക്ക് ഒരു ഒറ്റ കയറി വെച്ചെടുത്ത്. അയ്യോ എൻ്റെ പാവ എന്ന് പറഞ്ഞാൽ അനു ഓടിപ്പോയി പാവ എടുത്ത്. എന്നിട്ടും അനു എന്ത് ചെയ്ത് പാവ എടുത്തിട്ട് നേരെ അപ്പുറത്ത് പോയി ഊഞ്ഞാലിൽ പോയിരുന്നു. കയറടി, അകത്ത് പോയി കയറടി, വാ തുറന്ന് നീ മിണ്ടരുത്, അകത്ത് പോയി കയറടി എന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സില്ല അനീഷേട്ടൻ വരട്ടെ. അപ്പോൾ നീ വെറുതെ എന്നെ കൊണ്ട് പ്രാന്ത് പിടിപ്പിക്കരുത്, ആവശ്യമില്ലാത്തവരും ചെയ്യിപ്പിക്കരുത്. അപ്പോൾ ഇത് എന്താ അനു ഇല്ല ഞാൻ അവിടെ ഇരിക്കും, അനീഷേട്ടൻ വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അനു മൈക്ക് ധരിക്കുക എന്ന് പറയും. മൈക്ക് ബാത്റൂമിനോട് മറന്നു വെച്ചു. പിന്നെ മൈക്ക് എടുത്തിട്ട് പിന്നെ തിരിച്ചതിനകത്ത് വരും. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ടാസ്ക് ഇവർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അനീഷ് പറയണേ ബിഗ് ബോസ് കൃത്യമായിട്ട് ഞങ്ങൾ എല്ലാ ടാസ്കും ചെയ്തിട്ടുണ്ട് അനു. അപ്പം ഒന്നും ഞങ്ങൾ ഇതുവരെ വിട്ടിട്ടില്ല, എല്ലാം ഭംഗിയായി തീർത്തിട്ടുണ്ട്. എന്നിട്ട് അനീഷ് പറഞ്ഞേ ഇത്രയും മനോഹരമായിട്ട് ടാസ്ക് ചെയ്ത ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമായിരിക്കും. അത് അങ്ങനെയാണെന്നൊരു നിസ്സംശയം പറയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര പൊക്കി വീട്ടിലാണ് ആള്. അതോടെ എപ്പിസോഡ് കഴിഞ്ഞു. പിന്നെ ബിഗ് ബോസ് പ്ലസ് ആണ്. അതിനകത്ത് ഷാനവാസ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വർത്താനം പറയാം. അനീഷുണ്ട്, ഷാനവാസ് ഉണ്ട്, നൂറ, ആദില, പിന്നെ രേണു ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അനീഷിനെ പറ്റി പറയാം ഷാനവാസ്. ആദ്യം രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ഗുഡ് മോർണിംഗ് അല്ലേ പറയണത്. ഇതെങ്ങനെയാണ് കഴുത, മരക്കഴുത, അലവലാതി ഇതൊക്കെയാണ് പറയുന്നത്. അച്ഛൻ പഠിപ്പിച്ചിട്ട് ഇങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് പറയാം. അപ്പോൾ നിന്നെ കണ്ട് അങ്ങനെയല്ലേ വിളിക്കാൻ തോന്നുള്ളൂ എന്നൊക്കെ പറയാം. എന്നിട്ട് പറയാം എന്താണ് സാധനങ്ങൾ അത് എന്തോ റിലേറ്റഡാണ് ഇവർ സംസാരിക്കുന്നത്. സാധനങ്ങൾ ചാക്കിൽ കെട്ടിയിട്ട് റൂമിൽ വെച്ചിരിക്കണം, അവിടെയല്ല അത് കബേർഡിലാണ് വെക്കേണ്ടതെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അത് എന്ത് റിലേറ്റഡാണെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് ബിഗ് ബോസ് പറയട്ടെ. ഞാനാണ് ഇവിടെ ബിഗ് ബോസ്, ഞാനാണ് ബിഗ് ബോസ് എന്നൊക്കെ പറയാം. അപ്പോഴേക്കും ഇത് അനു പറയാം പിന്നെ അയ്യോ രേണു ആണ് കേട്ടോ. അയ്യോ പിന്നെ ബിഗ് ബോസ് ഒരു വലിയ ബിഗ് ബോസ് നമ്മളൊക്കെ കേൾക്കാൻ പോവല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ പറയും ഞാനാണ് ഇവിടെ ബിഗ് ബോസ്, ഞാൻ പറഞ്ഞ എല്ലാവരും അനുസരിക്കണം, ഞാൻ പറഞ്ഞ എല്ലാവരും കേൾക്കണം എന്നൊക്കെ പറയാം. അപ്പോഴേക്കും മറ്റേ അത് ഷാനവാസൊക്കെ കൂടെ ഓംബ്രാ അങ്ങനെ തന്നെ വേണം, ഈ ഉലകത്തിലെ കിങ് ആണ് ഞാൻ എന്ന് പറയും. പിന്നെ PR വേണ്ടിയിട്ട് മറ്റേ എന്താണ് ഈ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണല്ലേ, PR വേണ്ടിയിട്ട് പറയണതാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കൂടെ കളിയാക്കുക. അത് കഴിഞ്ഞിട്ടും നവീൻ 2 പെട്ടിയായിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അനീസ് ആസ് യൂഷ്വൽ അനീഷ് ഇങ്ങനെ അങ്ങോട്ടും കൂടെ നടക്കണമില്ല, അത്തിക്കൊണ്ട് നടക്കുക. അപ്പോൾ നമ്മുടെ നവീൻ 2 പെട്ടിയായിട്ട് അനീഷ് ചേട്ടാ ഇനി മുതൽ അനീഷ് ചേട്ടനും ഞാനും 2 ഗെയിമേഴ്സല്ല, നമ്മൾ രണ്ടും ഒരു ഗെയിമറാണ്. അപ്പോൾ അനീഷ് ഇല്ല, ഞാൻ ഇവിടെ സ്വയം നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഞാൻ ഇവിടെ സ്വയം കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം നവീൻ ഞാനും അതെ, എൻ്റെ സപ്പോർട്ട് നല്ലേലും അനീഷ് ചേട്ടന് എന്തിനാ, അതിനൊന്നും ആവശ്യമില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്നാലും അനീഷേട്ടാ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ആരെ മിസ് ചെയ്തതെന്ന് അറിയോ, ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറയട്ടെ നവീൻ. അത് ഞാൻ അനീഷേട്ടനല്ല, ഞാൻ ഈ വീടാണ് മിസ് ചെയ്തത് എന്നൊക്കെ പറയട്ടെ. അപ്പം ഇയാൾക്ക് ചിരിയും വരുന്നുണ്ട്, അനീഷിന് ചിരിയും വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അപ്പം പറയും അതെ എന്ത് ഭയങ്കര കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാൻ അനീഷിനെ. അപ്പുറം അതെ ഒരു കയ്യകലം നിന്നാൽ മതി, ഒന്നല്ല 2 കയ്യകലം നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കളിയാക്കുവാണ് ഒറിജിനലായിട്ട് പറയണത് ഒരു പിടുത്തമില്ല അങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജിസയിൽ കൺഫെക്ഷൻ റൂമിലേക്ക് ജിസയിൽ വിളിക്കും.
എന്നിട്ടൊരു ജിസേലിൻ്റെ അമ്മയുടെ സഹോദരി മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അത് കുറേ നേരം അവിടെ നിന്ന് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് സമാധാനിച്ചിട്ട് പോയാൽ മതി ഹൗസിലേക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മേനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അമ്മ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൺഫെഷൻ റൂമിൻ്റെ പുറത്ത് നിലത്ത് ഇരുന്ന് ഭയങ്കര കരച്ചിലൊക്കെ. അപ്പോഴേക്കും ബിഗ് ബോസ് നമ്മുടെ ആര്യനെ വിളിച്ചു കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞു. ആര്യനകത്ത് ചെന്നപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അമ്മയുടെ സിസ്റ്റർ മരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവർ രണ്ടും കൂടെ അവിടെ ഇരുന്ന് സമാധാനിപ്പിക്കുക ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇവർ അകത്തേക്ക് പോയത്. ആൾ ഭയങ്കര നല്ല സ്ട്രോങ് ആണ് കേട്ടോ ജിസയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ടാണ് ആൾ നോർമലായിട്ട് ബാക്ക് ടു ഗെയിമിലേക്ക് ആൾ വേഗം തിരിച്ചു വന്നു. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ലേഡിയാണ്. പിന്നെ ജയിൽ നോമിനേഷന് നേരത്തെ റീസൺ പറഞ്ഞില്ല, അത് നേരത്തെ കാണിച്ചില്ല. ജയിൽ നോമിനേഷൻ റിസൾട്ട് മാത്രമേ വന്നുള്ളായിരുന്നു. അനുവിൻ്റെയും അനീഷിൻ്റെയും സെലക്ട് ചെയ്തെന്ന് മാത്രം വന്നില്ല. അതിൻ്റെ റീസൺസ് ഓരോരുത്തരും പറഞ്ഞത്. അക്ബർ പറഞ്ഞിട്ട് അതെ, നമ്മൾ അഗ്രസീവ് കുറയ്ക്കുമ്പോഴേക്കും നമ്മുടെ വീട്ടുകാരെ പ്രാകുന്നു, ഡൈവേഴ്സ് ആകുമെന്ന് പറയുന്നു, വീട്ടുകാരെ വിളിക്കുന്നു. അയ്യോ, ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു കളിയാണ് കളിക്കുന്നത്. അതാണ് അനുവിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അനീഷാണെങ്കിൽ ആകെ ഒരു ഫസ്റ്റ് ടാസ്ക് എങ്ങാണ്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഉറക്കുമായിരുന്നു എന്ന് പറയാം. പിന്നെ അഭിലാഷും അനുവിനെയാണ് പറയണത്, ഒരു പണിയും ചെയ്യൂല, അങ്ങനെ ഇങ്ങനെ ആ 2 ദിവസം വാശി പിടിച്ചിട്ട് പണി ചെയ്തില്ലോ. അപ്പോൾ അതിനെപ്പറ്റി പറയാം. പിന്നെ നൂറ ആണ് അടുത്ത ജയിലിലേക്ക്, അതായത് മറ്റേ ഇയാളെ പ്രൊവോക്ക് ചെയ്ത് നവീനെ പ്രൊവോക്ക് ചെയ്തതിന് നൂറ. പിന്നെ ഒണിയിൽ പറഞ്ഞ അനീഷ്. അനു ആസ് യൂഷ്വൽ എല്ലാവർക്കും പറയാനുള്ളത് തന്നെ, ഇതുവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അനീഷ് ടാസ്ക് ചെയ്തില്ല. രേണ പറഞ്ഞത് അനീഷ് അനു രണ്ടൊരു തന്നെ. എന്നിട്ട് അനുവിനെ പറ്റി പറയും, ഇവിടെ നമുക്ക് എല്ലാവർക്കും അവരുടേതായ റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാണ്ട് ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, അത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബിഗ് ബോസ് തരുന്നതെന്നൊക്കെ പറയാം. പിന്നെ നവീൻ അനുവിനെയും അനീഷിനെയും പറയും. എന്നിട്ട് പറയാം അനുവിനാണെങ്കിൽ ഒരു കുലസ്ത്രീയാണെന്നുള്ളൊരു ഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നുമില്ല. പിന്നെ അനീഷിനാണെങ്കിൽ നമ്മളെന്ത് പറഞ്ഞാലും ഒരു മൗനവ്രതമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് മാത്രമേ ഉള്ളൂ, അത് ഇഷ്ടമല്ല എന്ന് പറയാം. പിന്നെ ബിന്നി അനീഷിനെയും അനുവിനെയും അനീഷിൻ്റെ എത്ര നമ്മൾ 100% എഫോർട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്കറിയാം എന്താണ് അതിൻ്റെ അകത്ത് സംഭവിച്ചതെന്ന് എന്നൊക്കെ പറയാം. പിന്നെ അപ്പാനി അനീഷിനെയും അനുവിനെയും. അനു വളരെ മോശം ആയിരുന്നു, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക വെറുപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറയാം. പിന്നെ രേണു അക്ബറിനെയും അനീഷിനെയും. അക്ബർ വെറുതെ പാട്ടുപാടി ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനീഷാണെങ്കിൽ അനീഷിൻ്റെ മൂഡ് നോക്കിയിട്ട് വേണം നമ്മളതിന് സംസാരിക്കാൻ. അങ്ങനെ ഞാൻ പല പ്രാവശ്യം സംസാരിക്കാൻ വേണ്ടി ചെന്നു, പക്ഷെ ഒരിക്കലും അയാളത്തൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് റീസൺ പറഞ്ഞത്. പിന്നെ നൂറ പറഞ്ഞത് അക്ബർ അനുവിനെ പറയാൻ കാരണം വെറുതെ ട്രിഗറായി കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാരെ ശപിക്കാനൊക്കെ തുടങ്ങും. അപ്പം അങ്ങനെ. പിന്നെ അക്ബർ ആണെങ്കിലും വെറുതെ എല്ലാ പ്രശ്നങ്ങളിലും കയറി അങ്ങനെ ഇടപെടുകയാണ് എന്ന് പറയാം. പിന്നെ ആദില പറഞ്ഞത് അനീഷിനെ ജിസൈലിനെ. അനീഷ് ആസ് യൂഷ്വൽ ടാസ്കിൻ്റെ കാര്യത്തിൽ. പിന്നെ ജിസൈൽ ഈ രേണുവിന് കുറച്ചൊന്ന് ഷുഗർ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അവർക്കൊരു കഷ്ണം പേട കൊടുത്തു. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കുറച്ചിങ്ങനെ പ്രോബ്ലം പോലെ ആക്കിയിട്ട് അവർ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറയാം. പിന്നെ എന്നിട്ട് അനു പറയണത് ആദില ഗ്രൂപ്പായിട്ട് കളിക്കുന്നു, ശൈത്യ ഗ്രൂപ്പായിട്ട് കളിക്കുന്നു. അതാണ് ആദിലയുടെയും ശൈത്യയുടെയും പേരും. അവരാണ് ഗ്രൂപ്പായിട്ട് കളിക്കണം എന്ന് പറഞ്ഞാൽ ഈ അനുവിൻ്റെ കൂടെ ഇരിക്കുന്ന തന്നെയാണ് അവരുടെ ഗ്രൂപ്പ്. പിന്നെ ശൈത്യ പറഞ്ഞത് അപ്പാനിനെ ജിസേലിനെയും. അപ്പാനി ഭയങ്കര ദേഷ്യമാണ്, സാധനങ്ങളൊക്കെ എടുത്ത് എറിയുകയൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര അഗ്രസീവ് ഇതാണ്. പിന്നെ ജിസേലാണെങ്കിൽ നവീനും രേണു രേണുവിന് ചോക്ലേറ്റ് കൊടുത്ത ആ സമയത്ത് അവർ നവീനെ ചീത്ത വിളിച്ചതും അതാണ് റീസണായിട്ട് പറഞ്ഞത്. അപ്പം ആര്യനിരുന്ന് ചിരിക്കണം കേട്ടോ. ശൈത്യ ഇതൊക്കെ പറയുമ്പോൾ ആര്യയ്ക്ക് അല്ലെങ്കിലും ഉള്ളതാണല്ലോ. മറ്റേ ശൈത്യ അന്ന് സ്റ്റോറി പറഞ്ഞപ്പോഴും ഇന്ന് ബാക്കിലിരുന്ന് ചിരിക്കണ്ടായിരുന്നു. ഇന്നും ഇത് പറഞ്ഞപ്പോൾ ഈ ജയിൽ നോമിനേഷൻ പറഞ്ഞപ്പോഴും ഭയങ്കര ചിരിക്കലും എന്തോ ആക്ഷൻ കാണിക്കലൊക്കെ. പിന്നെ അടുത്തത് ആര്യൻ ഇവിടെ എന്താ ഒരു അഭിനയം നടക്കുന്ന മേക്കപ്പ് റൂമിൻ്റെ അകത്തൊരു വലിയൊരു ഗ്യാങ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ചപ്പാത്തി കളി എന്ന് പറഞ്ഞിട്ട് ഒരാളെ വിളിക്കുന്നു. അപ്പോൾ അയാൾ തന്നെ പോയിട്ട് വേറൊരാളെ പോയിട്ട് കോഫി കളി നിൽക്കും. രണ്ടും ഒന്നാണ്. അതിലെങ്ങനെ ന്യായീകരിക്കാമെന്ന് എനിക്കറിയില്ല. പിന്നെ അപ്പോൾ എന്താണ് ഈ ഗ്യാങ്
നമ്മൾ ആ ഗ്യാങ്ങിനെ തന്നെ പറയണുള്ളൂ എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്യാങ്ങിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ എന്താണ് ന്യായം, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനുവിനെ തന്നെ പറഞ്ഞൊന്ന് അനുവിൻ്റെ പേര് തന്നെ. അപ്പോൾ അനുവിനെ തന്നെ ഫസ്റ്റ്, പിന്നെ അനീഷ്. വെറുതെ ഇങ്ങനെ നടക്കൽ തന്നെ നടക്കുക. എന്നിട്ട് ഗെയിം വരുമ്പോൾ ഞാൻ ഗെയിം പൊളിച്ചു, ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെറുതെ എല്ലാവരെയും മിസ്ലീഡ് ചെയ്യാണ്. അപ്പോൾ അനീഷ്, പിന്നെ ഷാനവാസും അനീഷ് അനുവിൻ്റെ ആസ് യൂഷ്വൽ ഇത് പ്രോബ്ലമൊക്കെ പറഞ്ഞു. പിന്നെ ജിസയിൽ, നൂറ, അനു. അപ്പോൾ അനുവിനെ നൂറേനെ പിന്നെ മറ്റേ പ്രൊവോക്ക് ചെയ്തത്, നവീനെ പ്രൊവോക്ക് ചെയ്ത റീസൺ. പിന്നെ അനുവിനെ പറഞ്ഞത് ഈ രേണുവിൻ്റെ ചോക്ലേറ്റ് കൊടുക്കുന്ന കാര്യം. അത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് ഡയബറ്റിക് ആണ്, അവർക്കത് കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാം. എന്നിട്ട് ഇവർ പറയുന്നു ഇഡിയറ്റ് ആണെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചേച്ചിക്ക് തന്നില്ലേ എന്നൊക്കെ പറയാം. രേണു പറഞ്ഞു എനിക്ക് തന്നു എന്ന് പറയാം. അപ്പോഴേക്ക് ശൈത്യമൊക്കെ കൂടെ ഭ്രാന്ത് വെച്ചിട്ട് ചേച്ചി ചേച്ചി ആ സമയത്ത് എന്താ സംഭവിച്ചത്, അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്. അപ്പോഴേക്ക് രേണു വേണ്ടിയിട്ട് അവർ എനിക്ക് ജിസയിലും തന്നു നവീലും തന്നു, പക്ഷേ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണ് പ്രശ്നമായത്. ഇവരിത് കഴിച്ചില്ലെങ്കിൽ അപ്പം ഡയബറ്റിക് വന്ന് മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞതാണ് പ്രശ്നമായത്, അല്ലാതെ തന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയാം. എന്നിട്ട് ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് കേട്ടറിയില്ല എന്നൊക്കെ രേണു പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇഡിയറ്റ്സ് എന്നൊക്കെ വിളിച്ച അതൊക്കെ അതിനെയാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷ് വന്നിട്ട് പറയാം ആര്യൻ, ശരത്ത്. ഈ ആര്യൻ ഞാനും കൂടെ ചെന്ന് പടിപ്പുരയിൽ പോയി സാധനങ്ങൾ എടുത്തോണ്ട് വന്നിട്ട് സാൻഡ്വിച്ച് എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ ശരത്ത്, ഞാനാണെങ്കിൽ അന്നത്തെ ദിവസം ടാസ്കിൻ്റെ ദിവസം ഞാൻ നേരത്തെ കൊണ്ടുവരികയൊക്കെ ചെയ്തു, എന്നാലും അതൊന്നും ശരിക്കും പറയില്ല. ചതിയാണ്, കൊടും ചതിയുടെ വഞ്ചന ആണ് കാണിച്ചത് ഈ ക്യാപ്റ്റൻ. അതാണ് ശരത്ത്. എന്നാൽ കൊടും ചതിയുടെ വഞ്ചന കാണിച്ച ക്യാപ്റ്റനാണ് ശരത്ത് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ നവീനും ജിസയിലും മറ്റേ ആര്യനും കൂടെ വന്നിട്ട് ബെഡിൻ്റെ ബാക്കിൽ എന്തൊക്കെയെങ്കിൽ തപ്പുണ്ട്. അപ്പോൾ പണ്ടത്തെ ഗെയിമിലുണ്ടായിരുന്ന ആ ഒരു റെഡ് ഗോൾഡൻ ഒക്കെ ആ കട്ടയുടെ ഒരു കിഴി കിട്ടിയിട്ട് അപ്പം നവീൻ്റെ അടുത്ത് ആയിരിക്കും എടാ ഈ സ്റ്റോൺ അവിടെ നിന്ന് അത് എൻ്റെ സ്റ്റോണാണോ എന്നൊക്കെ. ഇല്ല അത് അക്ബറിൻ്റെയാണ്. എൻ്റെ ദൈവമേ, എന്നിട്ട് നീ തന്നെ ഇത് കയ്യിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ആര്യൻ്റെ കയ്യിൽ കൊടുക്കുക. എനിക്കെന്തിനാണിത്, നീ കയ്യിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ആര്യൻ്റെ കയ്യിൽ കൊടുത്തു. അതിലെ രേണുവും കൂടെ അനു ജയിലിൽ കിടക്കണല്ലോ, അവിടെ ചെന്നിട്ട് പറയാം നവീനും ജിസയിലൊക്കെ കൂടെ ഒരു ബാഗ് എടുത്തിട്ട് നിൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് ഇട്ടിട്ടുണ്ട്, ടർക്കിൽ പുതഞ്ഞിട്ടായിരുന്നു ഇട്ടത്, അതിൻ്റെ അന്ന് കാണാതെ പോയെന്ന് പറഞ്ഞാൽ വയലിൽ ബാഗാണ്. എൻ്റെ ബാഗോ അത് തന്നെയാണോ എന്നൊക്കെ ചോദിക്കാം. അതല്ല ഞങ്ങൾ ഈ പറയണത്, നിൻ്റെ കാണാതെ പോയ ബാഗ് അത് അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ പറയട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അതിൽ എന്നിട്ട് നമ്മുടെ അപ്പാനെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ അവർ ആ ബാഗ് എടുത്തിരുന്നു എന്നൊക്കെ പറയാം. അപ്പം അവരെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കുക. അതിൽ എൻ്റെ അപ്പാനടുത്ത് പറയാം ഈ ജിസയിലും നവീനും ആര്യനും കൂടെ ബെഡിൽ കൊണ്ടുപോയിട്ട് വെക്കുന്ന കണ്ടു, ഇതില്ലേ അനുവിൻ്റെ ആ ബാഗ് വെക്കുന്ന കണ്ടു. അപ്പം പറയാം ഞാനും അനുവും ശത്രുക്കളാണ്, പക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങളൊന്നും ശത്രുക്കളാവണമെന്നല്ല എന്ന് പറയട്ടെ. നിങ്ങളോട് ഞാൻ നല്ല രീതിയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അന്നൊരു ദിവസം മാത്രം ഒരു ഇഷ്യൂ, അത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ വന്ന ഇഷ്യൂ ആണ്, അത് മാത്രമേ ഞാൻ നിങ്ങളടുത്ത് സംസാരിച്ചിട്ടുള്ളൂ, അല്ലാതെ നിങ്ങളെ ഞാൻ നന്നായിട്ട് തന്നെ കണ്ടേക്കണത് എന്നൊക്കെ പറയാം. ഇവർ ആ ടോപ്പിക് തുടങ്ങിയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. നൂറ് പറയും അനുവിൻ്റെ കൂടെ കൂടിയാൽ ഞങ്ങളും അതുപോലെ ആകും എന്നാണ് എല്ലാവരും ഒരു വിചാരം, പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല എന്നൊക്കെ പറയാം. പിന്നെ അതിന് ശേഷം ഫുഡ് കൊടുക്കാനായി ജയിലിൽ. അപ്പം ഒന്നും മിണ്ടാതെ അപ്പാനെ കൊണ്ടിട്ട് ഫുഡ് അകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അനീഷ ഞങ്ങൾ മനുഷ്യനാണ്, ഞങ്ങൾ നോക്കൂ, ഞങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒന്നും മിണ്ടാതെ അപ്പാനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവാം. അതിൻ്റെ ജിസയിൽ പിന്നെ മറ്റേ ആ ബാത്റൂമിൻ്റെ ഭാഗത്തുനിന്ന് ജിസയിൽ നമ്മുടെ നവീൻ്റെ മുടി കട്ട് ചെയ്ത് കൊടുക്കണം, പിന്നെ ശൈത്യ കട്ട് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് ഭയങ്കര സ്റ്റൈലൊക്കെ ആക്കി എന്നിട്ട് മുടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടി നോക്കും. എന്നിട്ട് മുടി ആടുന്നുണ്ട്, എനിക്കിങ്ങനെ ആടിയാൽ മതി, അത് മതി, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ എപ്പിസോഡും കഴിഞ്ഞു കേട്ടോ, ബിഗ് ബോസ് പ്ലസും കഴിഞ്ഞു. പിന്നെ നാളെ കാണിക്കാൻ പോകുന്നത് ലാലേട്ടൻ ഏതോ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട്. ലാലേട്ടനൊരു കോള് വരുന്നു, കോളിൽ മാവേലി ആയിരുന്നു. അപ്പോൾ അയ്യോ മാവേലി വന്നോ, ഞാൻ പക്ഷെ ഇവിടെ ഇല്ല, ഞാൻ അത്യാവശ്യം ആയതുകൊണ്ട് വിദേശത്ത് പോയിരിക്കുകയാണ്, എന്നാലും വിദേശത്ത് നിന്ന് ഞാൻ ഇവിടെ നിന്ന് പങ്കെടുക്കും എന്നൊക്കെ. പണ്ടത്തെ ഒരു ബിഗ് ബോസിൽ ഇതുപോലെ ഉണ്ടായിരുന്നു, ഏതോ വേറെ ഫോറിൻ കൺട്രിയിൽ നിന്ന് ക്യാമറ ത്രൂ ഇവരെയൊക്കെ മീറ്റ് ചെയ്ത്. അപ്പോൾ അതുപോലെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ നമുക്ക് നാളെ എന്തൊക്കെ സംഭവിക്കും, നാളെ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും, എന്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. എല്ലാം ഇങ്ങനെ പെൻഡിങ് വെച്ചിട്ടുണ്ട്. നമ്മുടെ അനുവിൻ്റെ ജിസേലിൻ്റെ പ്രശ്നങ്ങളൊക്കെ പെൻഡിങ് വെച്ചിട്ടുണ്ട്. വേറെ അങ്ങനെ കുറേ പ്രോബ്ലംസ്. അനു എന്തൊക്കെ ഇഷ്യൂസാണ് ഉണ്ടാക്കിയത് അതെല്ലാം ചോദ്യം മറ്റേ ഇതല്ലേ ചുണ്ടിൽ ആ സാധനങ്ങൾ ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. എല്ലാം ലാലേട്ടൻ ചോദിക്കുമോ, ഇനി വേറെ എന്തെങ്കിലും വിട്ടുപോവോ എന്താ ഒന്നും അറിയില്ല നമുക്കപ്പോൾ നാളെ എല്ലാം കണ്ടറിയാം. അതുവരെ എല്ലാവർക്കും ബൈ.